ജാതിക്കുശും പാർശ്വമേന്മ പൂണ്ടു ഭാരതഭൂമിയിൽ സാധുവർഗ വളർച്ചയ്ക്കു വച്ചു ക്രൂരവിലക്കുകൾ. ആർഷത്തിൻ്റെ ചവിട്ടേറ്റു ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. തന്ത്രിമാരെല്ലാം സമരത്തിലാണ്. ഈ ഈഴവ കഴകക്കാരനെ ആ കഴകപ്രവർത്തിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ തങ്ങൾ പ്രതിഷ്ഠാദി ഉത്സവ ചടങ്ങുകൾ സഹകരിക്കുകയുള്ളൂ എന്നാണ് ഈ തന്ത്രിമാർ പറഞ്ഞത്. ഇടതുപക്ഷക്കാർക്ക് പോലും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ ചങ്ങല അങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അവർ പെട്ടെന്ന് കണ്ടെത്തിയ ഉപാധി എന്ന് പറഞ്ഞാൽ ഈ ഈഴവ കഴകക്കാരനെ അങ്ങോട്ട് മാറ്റി അദ്ദേഹത്തെ അറ്റൻഡറായിട്ട് നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ള എൻ്റെ ആത്മസഹോദരങ്ങളെ, പുരുഷ സൂക്തം എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ആ പുരുഷ സൂക്തം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സഹോദരൻ അയ്യപ്പൻ്റെ ജാതിഭാരതം എന്ന കവിതയിലെ ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ വിഷയത്തെ കൂടുതൽ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് സഹോദരൻ അയ്യപ്പൻ്റെ ഈ വരികൾ പ്രയോജനപ്പെടുമെന്നതുകൊണ്ട് തന്നെ ആ വരികൾ ഇന്നത്തെ ഇന്ത്യയിൽ വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തന്നെ കരുതുന്നു. ജാതിക്കുശും പാർശ്വമേന്മ പൂണ്ടു ഭാരതഭൂമിയിൽ സാധുവർഗ വളർച്ചയ്ക്കു വച്ചു ക്രൂരവിലക്കുകൾ. ആർഷത്തിൻ്റെ ചവിട്ടേറ്റു ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. ആർഷത്തിൻ്റെ ചവിട്ടേറ്റു ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. അവരിൽ നിന്നൊരു മഹാൻ പൊങ്ങി വന്നു മഹോജ്വലൻ, ദീവേദൂഷി ശേഷികളാൽ വിസ്മയായിത ഭാരതൻ. അധസ്തോദ്ധാരണം മുഖ്യ ജീവിതവ്രതമാക്കിയോൻ, ആരോടും അതിനായേറ്റു ജയക്കൊടി പറത്തിയോൻ. അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം. ഈ കവിത ഇവിടെ ചൊല്ലാൻ കാരണമുണ്ട്. അത് പുരുഷസൂക്തത്തിൽ സങ്കല്പിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നും നമ്മളേറെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് വർത്തമാനകാല കേരളത്തിലും വർത്തമാന ഇന്ത്യയിലും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അയ്യപ്പൻ്റെ വരികളിൽ പറയുന്നത് ജാതിക്കുശും പാർശ്വമേന്മ പൂണ്ടു ഭാരതഭൂമിയിൽ സാധുവർഗ വളർച്ചയ്ക്കു വെച്ചു ക്രൂരവിലക്കുകൾ. അപ്പോൾ ആർഷമേന്മ എന്ന് പറയുന്നത് എന്താണ്? അത് ജാതിക്കുശുമ്പാണ്, ചാതുർവർണ്ണ്യമാണ് ആർഷമേന്മ എന്ന് നമ്മൾ കരുതുന്നത്. അല്ലെ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ പല ബഹുസംസ്കാരം എന്നൊക്കെ നമ്മൾ പറയും പോലും ആ ബഹുസംസ്കാര സ്ഥലികളെയെല്ലാം തന്നെ സമ്പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് അതിന് മുകളിൽ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ജാതിക്കുശുമ്പാണ് എന്നുള്ളതാണ് അയ്യപ്പൻ പറയുന്നത്. തൊട്ടടുത്ത വരിയും വളരെ പ്രധാനപ്പെട്ട വരികളാണ്. അയ്യപ്പൻ പറയുന്നത് ആർഷത്തിൻ്റെ ചവിട്ടേറ്റു ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. അപ്പോൾ ഇന്ത്യയിലെ ജനാവലി മുഴുവൻ ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞമരുകയാണ്. ആർഷഭാരത സംസ്കാരം വലിയ മഹത്തായ ഭാരതീയ സംസ്കാരം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അസ്വാതന്ത്ര്യത്തിൽ കിടന്ന് പുളയുകയാണ്, നെടുവീർപ്പിടുകയാണ്, കഷ്ടപ്പെടുകയാണ്, ദുരിതമനുഭവിക്കുകയാണ്. ഈ ആർഷത്തിൻ്റെ ചവിട്ടേറ്റ്, ഈ ജാതിക്കുശുമ്പിൻ്റെ ചവിട്ടേറ്റ് എന്നാണ് അയ്യപ്പൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ പുരുഷസൂക്തം എന്ന വിഷയത്തിലൂടെ അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ഒരു നറേറ്റീവ് ഉണ്ട്. ഇന്ത്യയുടെ സമൂഹം എങ്ങനെയായിരിക്കണം, സാമൂഹ്യ വ്യവസ്ഥ
എങ്ങനെയാണ് ക്രമീകരിക്കപ്പെടേണ്ടത്, അതിൽ മനുഷ്യരുടെ സ്ഥാനമാന പദവികൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തെ ഋഗ്വേദം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ച ആദ്യ സൂചന നമുക്ക് ലഭിക്കുന്നത്. അത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്യ അത്യതിഷ്ഠദശാങ്കുലം എന്നിങ്ങനെ തുടങ്ങുകയാണ്. ആ സൂക്തത്തിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരുതദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഈശ്വര സ്വരൂപം, ആ ഈശ്വര സ്വരൂപൻ്റെ മുഖത്ത് നിന്ന് ആരുണ്ടായി? ബ്രാഹ്മണനുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത്, മുഖത്തിൽ നിന്നും ബ്രാഹ്മണനുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി. ഊരു തദസ്യ വൈശ്യ, ഊരുക്കളിൽ നിന്ന് തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഇതാണ് ഇന്ത്യൻ സാമൂഹ്യ ക്രമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നും പാദങ്ങളിൽ നിന്നും കൈകളിൽ നിന്നും വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ടവർ ഉണ്ടായി എന്ന് പറയുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതിയാണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിയാധാരം എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇപ്പോഴും ഇന്ത്യയെ നിയന്ത്രിക്കുന്ന നറേറ്റീവ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ നറേറ്റീവാണ് നമ്മൾ കാണുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞു പോയ ഒരു ഭൂതകാലമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞു പോയ ഭൂതകാലമല്ല ഇത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിലേക്കായിട്ട് ചിന്മയ മിഷൻ 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇവിടെ ഉദ്ധരിക്കാം. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ ചിന്മയ മിഷൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ്. ഇൻ ദി സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ദ തിങ്കേഴ്സ് ആർ കോൾഡ് ബ്രാഹ്മണാസ്. 2025 പഠിപ്പിക്കുന്ന പുസ്തകത്തിലാണ്. In the Sanskrit language, the thinkers are called Brahmanas. സംസ്കൃതത്തിൽ ചിന്തകരെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണർ. എന്ത് ചിന്തയാണ് ഈ ബ്രാഹ്മണർ പങ്കുവെച്ചത് എന്ന് നമ്മൾ കാര്യമായി പരിശോധിക്കേണ്ടി വരും. എന്ത് ചിന്തയാണ് ഇവർ പങ്കുവെച്ചത് എന്ന്. അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കണം. തൽക്കാലം അതിലേക്ക് ഞാൻ വരാം. The executors are called Kshatriyas. The resource and wealth generators are called Vaishyas and the workers are called Shudras. Our ancestors classified the society based on each individual's talents and behavior. നോക്കൂ, കഴിവും അതുപോലെ തന്നെ സ്വഭാവവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരെ തരംതിരിച്ചിരിക്കുന്നത്. This is called the Varna system. It must be kept in mind that this classification is strictly not based by birth. ഇത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് ചിന്മയ മിഷൻ പഠിപ്പിക്കുന്നത്. ചിന്മയ മിഷൻ സമൂഹത്തിലേക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അവർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കണം. കൂടൽമാണിക്യം ക്ഷേത്രം വളരെ പ്രാചീനമായൊരു ക്ഷേത്രമാണ്, തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ. അവിടെ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു കഴകക്കാരൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം നിയമിതനായി കഴകക്കാരനായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡറുമായി ക്ഷേത്രത്തിൽ ചെന്നു. ഉത്സവം നടക്കാൻ പോവുകയാണ്. പക്ഷേ തന്ത്രിമാരെല്ലാം സമരത്തിലാണ്. ഈ ഈഴവ കഴകക്കാരനെ ആ കഴക പ്രവൃത്തിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ തങ്ങൾ പ്രതിഷ്ഠാദി ഉത്സവ ചടങ്ങുകൾ സഹകരിക്കുകയുള്ളൂ എന്നാണ് ഈ തന്ത്രിമാർ പറഞ്ഞത്. സമരം ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ ആ കമ്മിറ്റിയിൽ 7 പേര് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണെന്ന് നമ്മൾ ഓർക്കണം. ഇടതുപക്ഷക്കാരാണ് അതിലുള്ളത്. ഇടതുപക്ഷക്കാർക്ക് പോലും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ ചങ്ങല അങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അവർ പെട്ടെന്ന് കണ്ടെത്തിയ ഉപാധി എന്ന് പറഞ്ഞാൽ ഈ ഈഴവ കഴകക്കാരനെ അങ്ങോട്ട് മാറ്റി അദ്ദേഹത്തെ അറ്റൻഡറായിട്ട് നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല ഇത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച അവസരത്തിലും
ഇതേ നമ്പൂതിരിമാർ തന്നെയാണ് ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെതിരെ പ്രബന്ധം പാസാക്കിയവരാണ്, പ്രമേയം പാസാക്കിയവരാണ് ഈ നമ്പൂതിരിമാർ എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വളരെ സാത്വികരായ മനുഷ്യരാണെന്നും അവരെ ഉത്തമ നന്മയുടെ രൂപമാണെന്നുമൊക്കെ പൊതുവെ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പൊതുവെ പരിശോധിക്കപ്പെടാറില്ല. ബ്രാഹ്മണ്യം, ബ്രാഹ്മണർ എന്ന രണ്ട് സങ്കേതങ്ങളെ, രണ്ട് ആശയവ്യവസ്ഥകളെ പരിശോധിക്കുന്ന സമയത്തും കേരളീയർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് ബ്രാഹ്മണ്യത്തെ വിമർശിക്കാം, നമ്മളാരും ബ്രാഹ്മണർക്കെതിരല്ല എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ നാരായണ ഗുരുസ്വാമികൾ നമ്മളെ മുമ്പേ പഠിപ്പിച്ചത് എന്താണ്? മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി, അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചു. തൊട്ടടുത്ത വരിയിൽ പറയുന്നത് ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല, ബ്രാഹ്മണാദി ഭേദരൂപങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, എന്നിട്ടും ഈ തത്വം ആരും അറിയുന്നില്ല എന്ന് ഗുരുസ്വാമികൾ എഴുതി. പക്ഷേ എന്നിട്ടും ആരും മനുഷ്യരാണെന്ന് പറയുന്നില്ല, ഞങ്ങൾ ബ്രാഹ്മണരാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരാണ്, ബ്രാഹ്മണർക്കെതിരല്ല. പക്ഷേ ബ്രാഹ്മണർ പരിഷ്കരിക്കപ്പെടണമെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഇപ്പോഴും കൂടൽമാണിക്യത്തിലെ ബ്രാഹ്മണ തന്ത്രിമാർ പരിഷ്കരിക്കപ്പെടണമെന്ന് നമ്മൾ പറയുന്നില്ല. അവർ മനുഷ്യരാവണ്ടേ? അവർ മനുഷ്യരല്ല. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ മാല കെട്ടിയാൽ എന്താ പ്രശ്നം? വിഗ്രഹത്തിൽ ചാർത്തിയാൽ വിഗ്രഹം പറയുമോ ഈ മാല എൻ്റെ കഴുത്തിൽ ഇടരുതെന്ന്? പറയില്ല. ഇന്ത്യയിലെ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് അധ്വാന ജനവിഭാഗങ്ങളെ ഹീനമായി കാണുന്നൊരു വ്യവസ്ഥാക്രമമാണ് വർണ്ണവ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന ചോറ്, ആ അരി എവിടെ നിന്ന് വരുന്നു, ആ നെല്ല് എവിടെ നിന്ന് വരുന്നു? ഈ പാവങ്ങളായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അരിയും നെല്ലും എല്ലാം. അത് ദേവനെടുക്കാം, പക്ഷേ അവരെ ഒന്നും തൊട്ടുകൂടാ. ഇത് കഴിഞ്ഞു 18-ാം നൂറ്റാണ്ടിലെയോ 19-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല പറയുന്നത്, 2025 ഇന്നലെ നടന്ന സംഭവമാണ് ഈ സൂചിപ്പിക്കുന്നത്. നമ്മൾ കേരളീയർ വലിയ പുരോഗമനകാരികളാണെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാർ വെക്കണമെങ്കിൽ പട്ടര് വേണമെന്ന് നമ്മൾ വാശി പിടിക്കുക. ഇപ്പോഴും സാമ്പാറിൽ കഷ്ണം അരിയാൻ ആരെങ്കിലും പോരെ? പച്ചക്കറി അരിഞ്ഞ് ആര് നുറുക്കിയിട്ടാലും സാമ്പാറാകും, സാമ്പാർ പൊടി ആർക്കും ചേർക്കാം. പക്ഷേ പട്ടര് തന്നെ സാമ്പാർ കലക്കിയാലേ കഴിക്കുമെന്ന് കേരളീയർ ഇപ്പോഴും പിടിവാശിയില്ല. ഈ പിടിവാശിയിൽ നമുക്ക് കുതറി മാറാനോ രക്ഷപ്പെടുവാനോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, വർണ്ണവ്യവസ്ഥയുടെ ആ നറേറ്റീവ് ഉണ്ടല്ലോ, ആ സൃഷ്ടിക്രമം, ആ നറേറ്റീവ് അത് നറേറ്റീവ് മാത്രമല്ല, അതൊരു കൃത്യമായ സാമൂഹ്യ വ്യവസ്ഥയായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതിശക്തമായി പിടിമുറുക്കുകയും തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നമ്പൂതിരി ബ്രാഹ്മണരാണ്. വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ കുറച്ച് ദളിതരും പിന്നോക്കക്കാരും ഒക്കെ ശാന്തിക്കാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ കനത്ത വരുമാനമുള്ള അമ്പലങ്ങളിലെല്ലാം ബ്രാഹ്മണ മേധാവിത്വം തന്നെ തുടരുകയാണ്. വൈക്കത്ത് സത്യാഗ്രഹ സമരം നടന്നതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ് മലയാളികൾ, ഇന്ത്യ ആകമാനം അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. പക്ഷേ വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പോലും ഇപ്പോഴും ഒരു പിന്നോക്കക്കാരനായ പൂജാരിക്ക് പ്രവേശനമില്ല. ഇതാണ് പുരുഷസൂക്തമാണ് ഇപ്പോഴും വിജയിച്ച് നിൽക്കുന്നത്. പുരുഷസൂക്തത്തിലെ ചാതുർവർണ്ണയ വ്യവസ്ഥ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി നിയന്ത്രണം ചെലുത്തുന്നു എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ് കൂടൽമാണിക്യം ക്ഷേത്രവും ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവും. ഇവിടെയെല്ലാം തന്നെ ഇപ്പോഴും അതിശക്തമായ രീതിയിൽ ബ്രാഹ്മണ മേധാവിത്വം തുടരുകയാണ്. അതിൽ നിന്ന് കുതറി മാറാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നറേറ്റീവ് നിർമ്മിച്ചെടുക്കാൻ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു അതിശക്തമായ ഒരു വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്. നമുക്ക് വ്യത്യസ്തമായൊരു നറേറ്റീവ് ഉണ്ട്. എന്താണ് ആ വ്യത്യസ്തമായ നറേറ്റീവ്? ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കെതിരായൊരു നറേറ്റീവ് നാരായണ ഗുരുസ്വാമികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേരളീയർക്കെല്ലാം സുപരിചിതമാണ്. ആ നറേറ്റീവ്
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മനുഷ്യരുടെ ജാതി ഏതുമായിക്കോട്ടെ, അവരുടെ സമുദായങ്ങൾ ഏതുമായിക്കോട്ടെ, അവർ തമ്മിൽ ജാതി ഭേദം പാടില്ല, ഭേദബുദ്ധി പാടില്ല, മതദ്വേഷം പാടില്ല. ഏത് മതത്തിലും വിശ്വസിക്കാം മനുഷ്യർക്ക്, മതത്തിലൊന്നും വിശ്വസിക്കാതെയും ഇരിക്കാം. നാരായണ ഗുരുസ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൽ പറഞ്ഞത് രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സത്യവ്രതസ്വാമികൾ പറയുന്നുണ്ട്, രാമനൊരു മതം, കൃഷ്ണനൊരു മതം, രാമകൃഷ്ണന് മറ്റൊരു മതം. രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കാതൽ. മതദ്വേഷം കൂടാതെ എല്ലാവരും സാഹോദര്യത്തോടു കൂടി കഴിയുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ നാരായണ ഗുരുസ്വാമികൾ സങ്കല്പിച്ച് അവതരിപ്പിച്ചു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു. അപ്പോൾ സാഹോദര്യം നിലവിൽ വരണമെങ്കിൽ എന്ത് വേണം? ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥ സമ്പൂർണ്ണമായി തകർന്നടിയണം. ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥയാണ് സനാതനധർമ്മം എന്ന പേരിൽ വിളിച്ചു പോരുന്നത്. ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥയെ തകർക്കാതെ സാഹോദര്യ ജനാധിപത്യം ഒരു കാരണവശാലും നിലവിൽ വരികയില്ല, ഒരു കാരണവശാലും നിലവിൽ വരില്ല. ഇത് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 121 പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ സവർണരാണ് എന്നാണ് മാനവവിഭവശേഷി മന്ത്രാലയത്തിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്കുൽ പലിവാളിൻ്റെ സർവകലാശാലകളിലെ അധ്യാപക തസ്തികളെ മുൻനിർത്തിയുള്ള പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% അധ്യാപക തസ്തികകളിലും സവർണർ മാത്രമാണ് എന്നാണ്. PMOയുടെ മന്ത്രാലയത്തിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിലെ വ്യത്യസ്ത തസ്തികകൾ പരിശോധിക്കണം. എത്ര ദളിതരും ആദിവാസികളും ന്യൂനപക്ഷങ്ങളും ഉണ്ട്, വട്ടപൂജ്യമെന്ന് വേണം പറയാൻ. ഇങ്ങനെ പ്രാതിനിധ്യ ജനാധിപത്യത്തെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് പുരുഷസൂക്തം ആവിഷ്കരിക്കുന്ന ശ്രേണി വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി തുടരുകയാണ്, എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി തുടരുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഞാനിവിടെ ഉദ്ധരിച്ച 8ാം ക്ലാസ്സിലെ ചിന്മയാ മിഷൻ്റെ പാഠപുസ്തകം എന്നുള്ളത്. അതിൽ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദിസ് ക്ലാസിഫിക്കേഷൻ അപ്ലൈസ് ടു ദ എൻറ്റയർ ഹ്യൂമാനിറ്റി. മുഴുവൻ മനുഷ്യ സമൂഹത്തിലും അപ്ലൈ ചെയ്യേണ്ട ഒന്നായിട്ടാണ് ചാതുർവർണ്ണയത്തെ ചിന്മയാ മിഷൻ കാണുന്നത്. തിങ്കേഴ്സ് സച്ച് ആസ് ഐൻസ്റ്റീൻ ആൻഡ് സോക്രട്ടീസ് ആർ ബ്രാഹ്മണാസ്. Leaders such as Nelson Mandela and Subhash Chandra Bose are Kshatriyas. Businessmen such as Steve Jobs and Henry Ford have Vaishya personality. Laborers in different fields of work across the world are Shudras. There are millions of workers across the world who put in their valuable physical hard work to help world run smoothly. Without them, the society cannot function for a day. ഈ ചാതുർവർണ്ണയമില്ലെങ്കിൽ ലോകത്തിൽ ഒരു ദിവസം പോലും മുന്നോട്ട് ചലിക്കില്ല. 8ാം ക്ലാസ്സിലെ കുട്ടികൾ, എത്ര കുട്ടികളായിരിക്കും ഈ പാഠപുസ്തകം പഠിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കൂ. Each one of these groups is essential for an organization of the society or the nation function properly. If any one of these groups goes on a strike, the entire organization or nation will collapse. എന്തൊരു ഭീകരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചാതുർവർണ്ണയം ഇല്ലെങ്കിൽ ലോകം തകരുമെന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. Every person has the traits of Brahmana, Kshatriya, Vaishya and Shudra in him/her. A mother at home is a Brahmana when she teaches her children, a Kshatriya when she runs the household, a Vaishya when she manages the budget of the house, and a Shudra when she lovingly serves the entire family. കുടുംബത്തെ സേവിക്കുമ്പോൾ അവൾ ശൂദ്രയാവുന്നു. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരൊരു ബ്രാഹ്മണ സ്ത്രീയാവുന്നു. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ ചിദാനന്ദപുരി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ചിദാനന്ദപുരി പറയുന്നതെല്ലാം തന്നെ ചിന്മയാ മിഷൻ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ബെഞ്ച് ഓഫ് തോട്ട്സിൽ ഗോൾവാക്കർ എഴുതിയത് ഹിന്ദു ജനത വിരാട് പുരുഷനായി സങ്കല്പമാകുന്നു രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്നാണ് ഗോൾവാക്കർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതിയത്. മനുസ്മൃതിയാണ് രാഷ്ട്രത്തിൻ്റെ അടിത്തറ, മനുസ്മൃതിയാണ് പൂജിക്കപ്പെടേണ്ട ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്ന് വി ഡി സവർക്കർ വുമൺ ഇൻ മനുസ്മൃതി എന്ന് പറയുന്ന പ്രശസ്തമായ തൻ്റെ കുപ്രസിദ്ധ പ്രബന്ധത്തിൽ എഴുതി. അപ്പോൾ ഹിന്ദുത്വവാദികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി സിലബസിലൂടെ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ വർണ്ണവ്യവസ്ഥ അപ്പം നമ്മളിനി എത്ര ശക്തമായിട്ട് സമരം ചെയ്താലാണ് ഈ വ്യവസ്ഥയൊന്ന് തകർക്കാൻ പറ്റുക? കുട്ടികൾ ഈ പാഠപുസ്തകത്തിലൂടെ ഈ വ്യവസ്ഥ സ്വാംശീകരിച്ച് കഴിയുമ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികളായത് മനസ്സിലാകുന്നെന്ന് ആലോചിക്കണം. എങ്ങനെ നമ്മൾ എവിടുന്ന് ഈ തിരുത്തൽ പ്രക്രിയ ആരംഭിക്കും? കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുമെന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിലും അങ്ങനെയാണല്ലോ പറയുന്നത്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്താണ് കർമ്മം കൊണ്ട് ബ്രാഹ്മണരായ ഒരാളെയെങ്കിലും ശബരിമല പൂജാരിയാക്കാത്തത്? കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെന്ന് കരുതുന്ന ഒരാളെ ഗുരുവായൂർ അമ്പലത്തിൽ പാചകക്കാരൻ പോലും ആക്കുമോ? ഇല്ല. എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞ, മനുഷ്യരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒന്നാണ് ഈ കർമ്മബ്രാഹ്മണ്യവാദം എന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രം ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ ഭാഷ്യം എഴുതുന്ന സമയത്ത് ബ്രഹ്മത്തെ നിർവചിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വാത് ബ്രഹ്മമിത്യഭിധീയതേ എന്നാണ്. ബ്രാഹ്മണ പുരുഷൻ്റെ സ്വരൂപത്തെയാണ് ശങ്കരാചാര്യർ ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ബ്രഹ്മമെന്ന് കേട്ട് കഴിയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ സംഗതി വേറൊന്നുമില്ല. തനി ബ്രാഹ്മണ്യവാദമാണ് ശങ്കരാചാര്യർ പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റായിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവമാണ്. ഈശ്വരവിശ്വാസവും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും ഒക്കെ പറയും എന്തായാലും ഇന്ത്യയുടെ മഹത്തായ കണ്ടുപിടുത്തം അൾട്ടിമേറ്റായിട്ടുള്ള ഒരു സംഗതിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ എല്ലാവരും തുല്യരാണ്. ബ്രഹ്മത്തിൽ ഒരു മനുഷ്യർക്കും തുല്യരില്ല എന്ന് കൃത്യമായിട്ട് ഈ പാഠഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഈ ഋഗ്വേദത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ സിദ്ധാന്തം, ഈ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ അടിയാധാരമായ ഗ്രന്ഥം, ആ സൂക്തം ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദിവസവും പുഷ്പാഞ്ജലിയായിട്ട് അർപ്പിക്കുന്നുണ്ട്. ആ പുഷ്പാഞ്ജലിയുടെ പേര് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാട് വില പട്ടിക നോക്കിയാൽ മതി, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. ആ വഴിപാട് നടത്തിയുള്ള ഗുണം എന്താണെന്നും അതിൻ്റെ പാർശ്വഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മനസമാധാനം കിട്ടുമെന്നാണ്. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ മനസമാധാനം കിട്ടും. ചാതുർവർണ്ണയ വ്യവസ്ഥയുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം കിട്ടാനാ? ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, നീതിയില്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാവില്ല. നീതിയില്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാവില്ല. ചാതുർവർണ്ണയ വ്യവസ്ഥ ബഹുജനകോടികൾക്ക് നീതി നിഷേധിക്കുന്നു, ബഹുജനങ്ങളെ പുറന്തള്ളുന്നു, അവരെ ദാരിദ്ര്യത്തിലും കടക്കണിയിലും അകപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ അടിയാധാരം എന്ന് പറയുന്നത്, ആ അസമത്വത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന അമ്മുമ്മ കഥയാണ്. ഇത് പുരാണങ്ങളിലൂടെ, ഈ നറേറ്റീവ് പുരാണങ്ങളിലൂടെ കൂടുതൽ വികസിക്കുന്നതായിട്ട്, പടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രസിദ്ധമായ ഭാഗവത പുരാണം കേരളത്തിൽ ഇപ്പോൾ വളരെ വികസിച്ചിട്ടുള്ളതാണ്. ഭാഗവത സപ്താഹ യജ്ഞം. ഇപ്പോൾ അത് നടക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആ ഭാഗവത സപ്താഹ യജ്ഞ വേദികളിൽ വായിക്കപ്പെടുമ്പോൾ ഈ വർണ്ണാശ്രമത്തെയും ചാതുർവർണ്ണത്തെയും പുകഴ്ത്തുന്ന ഈ പുരുഷ സൂക്തം ഉൾപ്പെടെ അവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യരെ 4ആയി തരംതിരിക്കുന്ന ഈ സംഗതി ഭാഗവത പുരാണത്തിലൂടെ വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഭാഗവത പുരാണം 11-ാധ്യായം 17-ാമത്തെ സർഗം 13-ാമത്തെ ശ്ലോകത്തിൽ പറയും, വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദജാഹ വൈരാജാത് പുരുഷാജാത യ ആത്മാചാരലക്ഷണഃ. വിരാട് പുരുഷൻ്റെ മുഖം, കൈ, തുട, പാദം എന്നീ അവയവങ്ങളിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെല്ലാം വിരാട് സ്വരൂപനായ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ് എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ പറയുക, ഇവരെല്ലാം എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ ദൈവായത്തമാണെന്നും അതിനെ ഉല്ലംഘിക്കാൻ പാടില്ലെന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഗീതയിൽ കാണുന്ന ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നതിലൂടെ. അപ്പോൾ ഒരു വാദഗതി പൊതുവെ ഉന്നയിക്കുന്നത് ഈ ചാതുർവർണ്ണ്യത്തിലെ ഈ ശ്രേണീകൃതത്വം യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണെന്നും, ചിന്മയ മിഷൻ്റെ പാഠപുസ്തകത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ഇവരെല്ലാം തുല്യരാണെന്നാണ് പറയുന്നത്.
ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ ഭേദമൊന്നുമില്ല, ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യുന്നു, എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. പക്ഷേ ഈ പുതിയ ഹിന്ദുത്വ വ്യാഖ്യാനം ഭാഗവത പുരാണം പിന്താങ്ങുന്നില്ല. ഭാഗവത പുരാണം പറയും വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണാം നീചൈർനീചോത്തമോത്തമൈ. വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ്. അതിൽ താണസ്ഥലങ്ങളിൽ നിന്നുണ്ടായവ താണവയും ഉത്കൃഷ്ട സ്ഥാനത്തു നിന്നുണ്ടായവ ഉത്കൃഷ്ടങ്ങളുമായി ഭവിച്ചു. നോക്കൂ, ഭാഗവത പുരാണത്തിന് തർക്കമില്ല. പാദങ്ങളിൽ നിന്നുണ്ടായ ശൂദ്രർ അധമര് തന്നെയാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നു. ഉത്കൃഷ്ടസ്ഥാനമാണ് മുഖം, ഉത്കൃഷ്ടസ്ഥാനമായ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണർ ഉത്കൃഷ്ടരാണെന്ന് ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നു. പിന്നെ ഇവരെല്ലാം തുല്യരാണെന്ന് പറയുന്ന സിദ്ധാന്തം എന്നുണ്ടായി? ഈ ചാതുർവർണ്ണ്യത്തെ 2025 മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ ചാതുർവർണ്ണ്യത്തിൽപ്പെട്ടവരെല്ലാം തുല്യരാണെന്ന് പറയുന്നത്. പക്ഷേ വ്യവസ്ഥാക്രമം നോക്കിയാൽ ഭാഗവത പുരാണം ഉൾപ്പെടെ പറയുന്നു ഇവർ തുല്യരല്ല എന്ന്. വളരെ കൃത്യമായിട്ടത് പറഞ്ഞു വെക്കുന്നുണ്ട് ഭാഗവത പുരാണത്തിൽ. ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ് എന്നും ജോലി എന്താണ് എന്നും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നും കൂടി ഭാഗവത പുരാണം പറയുന്നുണ്ട്. ശമോദമസ്തവ ശൗചം സന്തോഷം ശാന്തിരാർജവം മദ്ഭക്തിശ്ചതയാ സത്യം ബ്രഹ്മപ്രകൃതയസ്തിമാഹ. മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, മനനം, ബാഹ്യാഭ്യന്തര ശുദ്ധി, സന്തോഷം, ക്ഷമ, കാപട്യമില്ലായ്മ, എന്നിലുള്ള ഭക്തി, ദയ, സത്യം എന്നിവ ബ്രാഹ്മണൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്. ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണന് ഈ സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സമയത്ത് പരിശോധിക്കേണ്ടതാണ്. കൂടൽമാണിക്യത്തിലെ ബ്രാഹ്മണ തന്ത്രിമാർക്ക് ഈ സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തി വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ ശാന്തി, ആ ശാന്തി തസ്തികയിലേക്കൊന്ന് അപേക്ഷ അയക്കാൻ വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായി ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ ശാന്തിക്കെതിരായി കേസിന് പോയത് മറ്റാരുമല്ല, അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ കൂട്ടായ്മയാണ് അദ്ദേഹത്തിനെതിരെ കേസിന് പോയത്. എന്താണ് ബ്രാഹ്മണരുടെ സ്വഭാവവിശേഷത? മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, ബാഹ്യാഭ്യന്തര ശുദ്ധി, കാപട്യമില്ലായ്മ. ഇതാണ് ബ്രാഹ്മണൻ്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് മുഴുവൻ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവൻ ഇതിൻ്റെ എല്ലാം വിരുദ്ധ കൂടിയിലുള്ള കാര്യങ്ങളാണ്. ഇത് ബ്രാഹ്മണ്യത്തെ വെള്ളപൂശാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ശുശ്രൂഷണം ദ്വിജഗവാം ദേവാനാം ചാപ്യമായയാ തത്ര ലബ്ധേന സന്തോഷ ശൂദ്രപ്രകൃതയസ്തിമാഹ. ബ്രഹ്മജ്ഞന്മാർ, പശുക്കൾ, ദേവന്മാർ മുതലായവരുടെ കാപട്യമില്ലാതെയുള്ള ശുശ്രൂഷ, അതിൽ സംതൃപ്തി എന്നിവ ശൂദ്രൻ്റെ സ്വാഭാവിക ധർമ്മമാകുന്നു. ഇതാണ് ശൂദ്രൻ ചെയ്യേണ്ട. ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണരെയും ദ്വിജന്മാരെയും സേവിക്കുക, വേറെ ജോലിയൊന്നും അയാൾക്കില്ല. അത് കേരളീയ ശൂദ്രർ കൃത്യമായിട്ട് ഇപ്പോഴും അനുഷ്ഠിച്ചു വരുന്നുമുണ്ട്. കേരളീയ ശൂദ്രർ വളരെ കൃത്യമായി ഈ ബ്രാഹ്മണ പാദസേവ തുടരുന്നുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചപ്പോൾ ആ സ്ത്രീ പ്രവേശനത്തിനെതിരെ റോഡുകൾ കലാപക്കളമാക്കിയത് കേരളീയ ശൂദ്രരാ, മറ്റാരുമല്ല, കേരളീയ ശൂദ്രരാ. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞപ്പോൾ നാമജപ ഘോഷയാത്ര എന്ന പേരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഘോഷയാത്ര നടത്തിയതും കേരളീയ ശൂദ്രരാണ്. അപ്പം ബ്രാഹ്മണ്യം എവിടെയൊക്കെ പ്രതിസന്ധി നേരിടുന്നോ ആ ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ ആദ്യം രംഗത്ത് വരുന്നത് കേരളീയ ശൂദ്രർ. അതുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണ്യത്തെ നമ്മൾ വിളിക്കേണ്ട പേര് ശൂദ്രബ്രാഹ്മണ്യം എന്നാണ്. ശൂദ്രബ്രാഹ്മണ്യം കേവലമായിട്ടുള്ള ബ്രാഹ്മണ്യമല്ല, തനി ശൂദ്രബ്രാഹ്മണ്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിലെ ശൂദ്രരാണ് കേരളത്തിലെ ബ്രാഹ്മണ്യത്തിൻ്റെ സംരക്ഷകരും പ്രോദ്ഘാടകരും അത് കൊണ്ടു നടക്കുന്നവരും. ഈ ഭാഗവത പുരാണത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കലിയുഗം എന്ന് പറയുന്നൊരു സങ്കല്പത്തെപ്പറ്റി വിശദീകരിക്കുന്ന സമയത്ത് കലിയുഗത്തിൽ ഈ വർണ്ണാശ്രമത്തിന്, ഈ ചാതുർവർണ്ണയത്തിന് കോട്ടം തട്ടുമെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ക്ഷീയമാണേഷു ദേഹേഷു ദേഹീനാം കലിതോഷതഃ വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപദേ നൃണാം. ദേഹികളുടെ ദേഹങ്ങൾ കലിദോഷത്താൽ ശക്തിഹീനങ്ങളായിത്തീരുകയും വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നഷ്ടപ്രായമാവുകയും ചെയ്യും.
ഇത് കലിയുഗമാണെന്നാണല്ലോ പറയുന്നത്. കലിയുഗമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കലിദോഷം കൊണ്ട് വർണ്ണാശ്രമത്തിൻ്റെ ശക്തി കുറയും. പാകണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യാനൃതവൃതാ ഹിംസ ജ്ഞാനാവൃത്യുഷു വൈനിഷു. ധർമ്മം നാസ്തിക സിദ്ധാന്ത പ്രചുരമാവുകയും, അതായത് വർണ്ണാശ്രമ ധർമ്മം എന്തു ചെയ്യും? വെല്ലുവിളിക്കപ്പെടും. ആരിൽ നിന്ന്? നാസ്തികന്മാരിൽ നിന്ന്. നാസ്തികന്മാർ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിക്കും. രാജാക്കന്മാർ ചോരപ്രായരാവുകയും ജനങ്ങൾ മോഷണം, അസത്യ, വൃഥാഹിംസ മുതലായ വൃത്തികളോട് കൂടിയരാവുകയും ചെയ്യും എന്ന് പറയും. ആർ.എസ്. ശർമ്മ ഈ കലിയുഗം എന്ന് പറയുന്ന സങ്കല്പത്തെ മുൻനിർത്തി ആർ.എസ്. ശർമ്മ നിരീക്ഷിക്കുന്നത്, കലിയുഗം എന്ന് പറയുന്ന സങ്കല്പം ബ്രാഹ്മണർ ആവിഷ്കരിക്കാൻ കാരണം ചാതുർവർണ്ണീയ വ്യവസ്ഥയ്ക്ക് പലതരത്തിലുള്ള കോട്ടങ്ങൾ തട്ടുകയും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ വരികയും ഭരണക്രമത്തിൽ തന്നെ ഇടപെടുകയും വർണ്ണസങ്കരം എന്ന് പറയുന്ന ബ്രാഹ്മണർ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യവസ്ഥാക്രമം ഉണ്ടായി വരികയൊക്കെ ചെയ്ത ഘട്ടത്തിലാണ് വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണ്യത്തിനും കോട്ടം തട്ടുന്നുവെന്ന് കണ്ടപ്പോഴാണ് ആ കാലഘട്ടത്തെ ബ്രാഹ്മണർ കലിയുഗമെന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചരിത്ര പണ്ഡിതനായ ആർ.എസ്. ശർമ്മ നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഇനി കലിയുഗത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത്? താ വിഹത്തേ കലേരന്തേ വാസുദേവാനുശിക്ഷിതൗ വർണ്ണാശ്രമയുധം ധർമ്മം പൂർവവത് പ്രദയിഷ്യത. കലിയുടെ അവസാനത്തിൽ ആര് വരുമെന്നാണ്? വാസുദേവൻ അവതരിക്കും. എന്തിനാണ് അദ്ദേഹം അവതരിക്കുന്നത്? വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാനാണ് സാക്ഷാൽ വിഷ്ണു അവതരിക്കുന്നത് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. സത്യത്തിൽ ഇന്ത്യയിലെ കീഴാളരും ദളിതരും പിന്നോക്കക്കാരും ബഹുജനങ്ങളും ഒക്കെ ഇപ്പോഴും ഈ ഭാഗവത പുരാണം വായിക്കുന്നുണ്ട്. സത്യത്തിൽ അവരുടെ തലയിറക്കാൻ കൂടിയാണ് ഈ ഭഗവാൻ വരാൻ പോകുന്നതെന്നാണ് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വായിക്കുമ്പോൾ ഈ സംസ്കൃതം ആയതുകൊണ്ട് ഈ സംസ്കൃതത്തോടുള്ള ഭക്തി നിമിത്തം ഇതിൻ്റെ അർത്ഥം പൊതുവെ മനസ്സിലാക്കാറില്ല. ഈ രാമായണവും വായിക്കുമ്പോഴങ്ങനെ തന്നെ. രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് വളരെ പ്രസിദ്ധമാണല്ലോ. കേരളത്തിൽ അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 31 ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിളക്ക് വെച്ച് വായിക്കുന്ന പുസ്തകം. പക്ഷേ അതിൽ ആദ്യത്തെ വരി തന്നെ എന്താണ്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ഭുജലീനവാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേന്ന് 31 ദിവസം വിളക്ക് വെച്ച് വായിക്കുക. എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ലക്ഷ്മണോപദേശം മുമ്പ് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു, മലയാളം പാഠപുസ്തകം. രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് എന്താണ്? മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കമാമടു. ഭൂമിയിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ നിനക്കെന്നെ പൂജിക്കാമെന്നാണ് എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് പുരുഷസൂക്തത്തിൽ പറയുന്ന ചാതുർവർണ്ണയ ക്രമം നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് പടർന്നിറങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് രൂപമാണ് നമ്മൾ ഈ കാണുന്ന ഓരോ വരികളും ഓരോ ക്രമങ്ങളും. ഇതിനെ നാരായണ ഗുരുസ്വാമികൾ വളരെ കൃത്യമായിട്ട് ഈ സങ്കല്പങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട്. ഗുരുസ്വാമികൾ പറയും, ഒരിക്കൽ ഒരു ഭക്തൻ ഗുരുവിനോട് പറഞ്ഞു, മഹാത്മാഗാന്ധി വർണ്ണാശ്രമം നല്ലതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഗുരു, വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ്. സാധാരണ ജാതിയെപ്പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത്. വർണ്ണം എന്നാൽ ഗാന്ധി എന്താണെന്ന് പറയുന്നു. ഭക്തൻ, വർണ്ണം ജാതിയല്ല, ജാതിയും വർണ്ണവുമായി ബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധിയുടെ ഒരു ആഗ്രഹമാണ്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം. ഗാന്ധിയുടെ ആഗ്രഹമാണ്. ഗാന്ധി അങ്ങനെ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇർഫാൻ ഹബീബ് ഗാന്ധിയുടെ ഗീതാവ്യാഖ്യാനത്തെപ്പറ്റി പറയുന്നത്, ഗാന്ധി ഗീതയിലില്ലാത്ത അഹിംസ കണ്ടെത്തിയെന്ന്. ഗീതയിൽ എവിടെയാണ് അഹിംസ? ഗീത ഇത്രമാത്രം ഹിംസാത്മകമായൊരു ഗ്രന്ഥം വേറെ ഇല്ല. നിങ്ങളെല്ലാം ആത്മാക്കളാണ്, മനുഷ്യരെല്ലാം ആത്മാക്കളാണ്, അതുകൊണ്ട് കൊന്നാൽ ഒരു കുഴപ്പമില്ല. ആത്മാവിന് ജനനവും മരണവും ഇല്ല. ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കുരുതി കൊടുക്കുന്ന പരിപാടിക്കാണ് കൃഷ്ണൻ നേതൃത്വം വഹിച്ചത്. സത്യത്തിൽ ഗുജറാത്തിൽ നടന്ന വംശീയ ഉന്മൂലനത്തിൻ്റെ പ്രത്യയശാസ്ത്ര പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായും പറയാൻ കഴിയും, അത് ഭഗവത്ഗീതയാണ്. അത് ഭഗവത്ഗീതയാണ്.
മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയുടെ പ്രത്യയശാസ്ത്ര പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായും പറയാൻ കഴിയും, അത് ഭഗവത്ഗീതയാണ്. കാരണം ആരെയും കൊന്നാൽ പ്രശ്നമില്ല, ആരെ അടിച്ചൊതുക്കാം. കാരണം ആത്മാവ് അനശ്വരമാണല്ലോ, ശരീരം നശ്വരമാണ്, അത് കൊന്നുകളഞ്ഞാൽ പ്രശ്നമില്ല എന്നാണ്. നാരായണ ഗുരുസ്വാമികൾ നടരാജ ഗുരുവിനോട് പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. എങ്ങനെ ദുഃഖിക്കാതിരിക്കുക? അത്രമാത്രം കൊലപാതകത്തിന് നേതൃത്വം വഹിച്ചില്ലേ അദ്ദേഹം. ഗാന്ധിയോടൊരിക്കൽ സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന് സാക്ഷാൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു. അയ്യപ്പന് ശേഷം അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ധൈര്യപ്പെട്ടാൽ ജയിലിൽ കിടക്കും, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെയൊക്കെ പേര് പറഞ്ഞ് നമുക്കിത് പറയാം. സഹോദരൻ അയ്യപ്പൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാം. നമുക്ക് നേരിട്ട് പറയാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. ഗുരു ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം. ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം? ഇപ്പോൾ പൊതുവെ ചാതുവർണ്ണം നിശ്ചയിക്കുന്നത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഗുരു പറഞ്ഞത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അപ്പോൾ അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം എന്ന് ഗുരു പറയുകയും ചാതുർവർണ്ണത്തെ തള്ളിക്കളയുകയും ചെയ്തു. ഭക്തൻ പറയുകയാണ്, ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട്. ആ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നും കൂടി ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. ആ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഗാന്ധി ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും വർണ്ണാശ്രമ വ്യവസ്ഥയെ തള്ളി പറഞ്ഞിട്ടില്ല. 36-ൽ അദ്ദേഹം ഒരു പ്രബന്ധം എഴുതി. ആ പ്രബന്ധത്തിൻ്റെ പേര് കാസ്റ്റ് മസ്റ്റ് ഗോ എന്നാണ്. ജാതി പോകണം. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര വിപ്ലവ പ്രബന്ധമാണെന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ ആദ്യത്തെ വരി, ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ ഫ്രം ദ വേദാസ്. വേദങ്ങളിൽ നിന്ന് ഉരുവം കൊള്ളുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് കാസ്റ്റ് മസ്റ്റ് ഗോയിലെ ആദ്യത്തെ വാചകം. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കൂ. വർണ്ണാശ്രമം പോകാതെ എങ്ങനെ ജാതി പോകും? വർണ്ണാശ്രമം നിലനിൽക്കുമ്പോൾ ജാതി നിലനിൽക്കും. ജാതിയുടെ പ്രത്യയ ബോധമാണ്, ആ പ്രത്യയശാസ്ത്ര സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. ഗുരു മറുപടി പറഞ്ഞു, എന്താണ് ഗാന്ധി ഇങ്ങനെ പറയുന്നത്? നല്ല പോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം. നമ്മുടെ അഭിപ്രായത്തിൽ ജാതിയില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്ത് ഗുണമാണുള്ളത്? മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ എന്നുകൂടി ഗുരു പറഞ്ഞു. ബ്രാഹ്മണാദികളുടെ ഈ ചാതുർവർണ്ണീയ സിദ്ധാന്ത ഉൽപ്പത്തിയെപ്പറ്റി ഗുരു നിരീക്ഷിക്കുന്നുണ്ട്. ബ്രാഹ്മണന് വായിൽ നിന്ന് പുറപ്പെടാൻ ഒരുവിധം സൗകര്യം കിട്ടിയിരിക്കും. ക്ഷത്രിയന് കയ്യിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ടായ സൗകര്യം എങ്ങനെ എന്ന് ഗുരു ചോദിച്ചു. വണ്ണ പുലർന്ന് പുറത്ത് ചാടിയതായിരിക്കാമെന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഗുരു ചിന്തിച്ചുകൊണ്ട് ചോദിച്ചത്, പുറത്തായിരുന്നില്ലേ കുറേ കൂടി സൗകര്യം എന്ന്. മറ്റൊരിക്കൽ ഗുരു പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും, ഊരുവിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ഗുരു ഈ ചാതുർവർണ്ണീയ സിദ്ധാന്തത്തെ നിശ്ചിതമായ പരിഹാസത്തിലൂടെ തുറന്നു കാട്ടി. ഗുരുവും SP പണിക്കരും തമ്മിലുള്ള സംഭാഷണത്തിലാണ് ഗുരു ഇത് പറയുന്നത്. വിശ്വബ്രാഹ്മണരായ പഞ്ചകുടി ശില്പികൾ പറയുന്നത് അവർ 5 വർഗങ്ങളും ബ്രഹ്മാവിൻ്റെ 5 മുഖങ്ങളിൽ നിന്ന് സംഭവിച്ചവരാണെന്നാണ്. ഉടനെ ഗുരു പറയുന്നു, ബ്രഹ്മാവ് ഒരു കാലത്ത് പഞ്ചമുഖനായിരുന്നു. അതിലൊരു മുഖം ശിവൻ തല്ലി മുറിച്ച് കളഞ്ഞു. ആ അബദ്ധം പറ്റുന്നതിന് മുമ്പായിരിക്കാം ഇവർ ഉണ്ടായത്. ബ്രഹ്മാവ് ചതുർമുഖനായതിനാൽ പിന്നെ അതിൽ വല്ല കുറവുണ്ടായോ എന്നൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാം കവികളുടെ സൃഷ്ടി, കവിരപരോ ബ്രഹ്മ എന്നല്ലേ എന്ന് ഗുരു പറഞ്ഞു. കർമ്മബ്രാഹ്മണ്യവാദത്തെയും ഗുരു നിഷേധിച്ചു. വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ ഭേദമേ ഉള്ളൂ. അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടിത്. ആ സ്ഥിതിക്ക് എത്രയോ ദണ്ട് അകലെ കിടക്കുന്ന മറ്റു ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്തായിരിക്കും എന്നുകൂടി ഗുരു പറഞ്ഞു. അങ്ങനെ കർമ്മബ്രാഹ്മണ്യവാദത്തെയും തദനുബന്ധമായ സിദ്ധാന്തങ്ങളെയും എല്ലാം തന്നെ ഗുരു നിശിതമായി വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുകയും കാണേണ്ടതുമായിട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകം കൂടി ഈ സന്ദർഭത്തിൽ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കർക്കിടക മാസത്തിൽ
31 ദിവസം വായിക്കുന്നൊരു പുസ്തകമാണ് രാമായണം. അതിൽ പറയുന്നത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നൊരു വരിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണല്ലോ, നമ്മൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ പൂന്താനം പറയുന്ന അതേ കാര്യമാണ് എഴുത്തച്ഛനും പറയുന്നത്. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പറയുന്ന ചാതുർവർണ്ണ്യ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനും അവതരിപ്പിക്കുന്നത്. ഒരാൾ ആദിവാസിയായി, ദളിതനായി, സ്ത്രീയായി പിറക്കുന്നതിന് കാരണം അവർ മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് ഈ കർമ്മസിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൗതികാസ്പദങ്ങളെല്ലാം നിസ്സാരമാണെന്നും അതിനപ്പുറമുള്ള മെറ്റാഫിസിക്കലായിട്ടുള്ളൊരു വേൾഡാണ് ശ്രേഷ്ഠമെന്നും എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചു. അതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ, ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്ക ജനതയുടെ ഭൗതികാസ്പദങ്ങൾക്കായിട്ടുള്ള സമരങ്ങളെ എഴുത്തച്ഛൻ്റെ ഭക്തിപ്രസ്ഥാനം സമ്പൂർണ്ണമായി തകർത്തെറിഞ്ഞു. എഴുത്തച്ഛൻ്റെ രാമായണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഉമാമഹേശ്വര സംവാദമാണ്. പാർവതിയോട് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. പാർവതി പറയുന്നത് വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംവാദം തുടങ്ങുന്നത്. അതായത് വർണ്ണധർമ്മങ്ങൾ ഉപദേശിച്ചത് കേട്ട് തനിക്ക് സന്തോഷമായി എന്നാണ് പാർവതി പറയുന്നത്. ജാതിധർമ്മം ഉപദേശിച്ചത് കേട്ട് തനിക്ക് സന്തോഷമായെന്നാണ് പാർവതി പറഞ്ഞു വെച്ചത് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ തെളിഞ്ഞു കിട്ടും. ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമെന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥ, ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥ, 4ആയിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത് ത്രൈവർണിക പുരുഷാധിപത്യ വ്യവസ്ഥയിലാണ്. സ്ത്രീകളെ ഉപകരണവും ഉപാദാനവും ആക്കിക്കൊണ്ട്, സ്ത്രീകളെ തന്നെ ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിനുള്ള ഉപകരണമാക്കിക്കൊണ്ടാണ് ഈ ചാതുർവർണ്ണ്യം പുലർന്നു പോരുന്നത്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മനുസ്മൃതിയിൽ പറയും, വിശീലകാമവൃത്തോവ ഗുണൈർവാ പരിവർജിത ഉപചര്യ സ്ത്രീയാ സാധ്യ സതതം ദേവവത്പതി. സദാചാരഹീനനോ പരസ്ത്രീകളിൽ ആസക്തനോ വിദ്യാദിഗുണശൂന്യനോ ആയാലും ഭർത്താവിനെ പതിവ്രതയായ ഭാര്യ ദേവനെ പോലെ ആരാധിക്കണം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ പുഷ്പമലഭൂലങ്ങൾ ഭക്ഷിച്ച് ശരീരം ക്ഷീണിപ്പിക്കുന്നത് കൊള്ളാം. വ്യഭിചാര ചിന്തയാൽ പരൻ്റെ പേര് പോലും പറയരുത്. അപ്പം നിർബന്ധിത വൈധവ്യം അടിച്ചേൽപ്പിക്കുക. എന്തിനാണ് നിർബന്ധിത വൈധവ്യവും സതിയും സ്ത്രീകളെ അടിച്ചേൽപ്പിച്ചത്? കാരണം ജാതി വ്യവസ്ഥ നിലനിർത്താനുള്ള ഉപാദാനവും ഉപകരണവുമാണ് ത്രൈവർണിക സ്ത്രീകളുടെ ശരീരം. സതിയെപ്പറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നതിൽ, വർണ്ണവ്യവസ്ഥയിൽ ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അധികപ്പറ്റായി മാറിത്തീരും. അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീ ഒന്നുകിൽ എന്ത് ചെയ്യും? ആ വർണ്ണത്തിൽ തന്നെയുള്ള ഒരു പുരുഷനുമായി വിവാഹമോ മറ്റും ബന്ധങ്ങളിലോ ഏർപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ ഗോത്രത്തിനകത്ത്, ആ വർണ്ണക്രമത്തിനകത്ത് അസന്തുലിതാവസ്ഥ ഏർപ്പെടും. അല്ലെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യും? മറ്റു വർണ്ണത്തിൽപ്പെട്ട, മറ്റു ജാതികളിൽപ്പെട്ട പുരുഷനുമായിട്ട് വിവാഹത്തിലേർപ്പെടും, മറ്റു ബന്ധങ്ങളിലേർപ്പെടും. അപ്പോഴെന്ത് സംഭവിക്കും? ജാതിക്കും വർണ്ണക്രമത്തിനും കോട്ടം തട്ടും. ഇത് സംഭവിക്കാതിരിക്കാനാണ് മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും ഉൾപ്പെടെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ നിർബന്ധിത വൈധവ്യവും സതിയും നടപ്പിലാക്കിയത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, പുരുഷ സൂക്തത്തിൽ കാണുന്ന ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ആ അമ്മുമ്മ കഥ, നറേറ്റീവ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് രൂപമാണ് നമ്മുടെ മലയാള ദിനപത്രങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന വിവാഹ പരസ്യങ്ങൾ. ജാതി തിരിച്ചുള്ള വിവാഹ പരസ്യങ്ങൾ കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തെളിയിക്കുന്നത് എന്താണ്? ഈ ജാതിക്കുള്ളിൽ തന്നെ വിവാഹം നടക്കണമെന്നും ജാതി മറികടന്നുള്ള വിവാഹക്രമമോ ജാതിയെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക ജീവിതമോ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചാതുർവർണ്ണ്യത്തിൻ്റെയും മനുസ്മൃതിയുടെയും യുക്തി ആധുനികകാല കേരളത്തിലും തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പുരുഷ സൂക്തം പരാജയപ്പെട്ടൊരു സൂക്തമല്ല. നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന, തുടരുന്ന ഒരു സൂക്തത്തിൻ്റെ പേരാണ് പുരുഷ സൂക്തം. ആ പുരുഷ സൂക്തം എന്ന് പറയുന്നത് ശ്രേണീകൃതമായ ചാതുർവർണ്ണ്യ അസമത്വ വ്യവസ്ഥയാണ്. അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ നാരായണ ഗുരുസ്വാമികൾ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ആവിഷ്കരിച്ചു.
അപ്പോൾ ഭരണഘടനാ ധാർമ്മികതയിലേക്കും കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് കേരളീയ പ്രബുദ്ധതാ പ്രസ്ഥാനത്തെ നയിച്ച നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും ഒക്കെ മുന്നോട്ട് വെച്ച ആ ജ്ഞാനോദയ ചിന്തകളെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ ആത്മഭാവമാക്കി മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പുരുഷ സൂക്തത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കാരണം പുരുഷ സൂക്തം ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലും പ്രവേശിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്മയാ മിഷൻ്റെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പുരുഷ സൂക്തം കഴിഞ്ഞുപോയ ഭൂതകാലമല്ല, സമകാലിക ഇന്ത്യയുടെ വർത്തമാനത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധമാണ്. അതിനെതിരെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു യുദ്ധം നയിച്ചിരുന്നു. ആ സമരകാഹളം, സമത്വത്തിന് വേണ്ടിയുള്ള സമരം തുടരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത.